ടെർബോ ജോസിൻ്റെ ഇൻട്രോ, മമ്മൂക്കയുടെ ഇൻട്രോ, ഒരു നോർമൽ ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അടിപ്പടമാണല്ലോ, അപ്പോൾ അടി വേണമല്ലോ. അപ്പോൾ ഇതാ ഇൻട്രോ വിത്ത് അടി. മമ്മൂക്കയുടെ ടെർബോ പടം റിലീസായിരിക്കണം. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു പടമാണ്. അത്യാവശ്യം ഹൈപ്പ് നല്ല ഓവർ ഹൈപ്പ് ഉണ്ടായ ഒരു പടം തന്നെയാണെന്ന് പറയാം ടെർബോ. അപ്പൊ എനിക്ക് ഈ പടത്തിന്റെ ട്രെയിലറെ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നാലും ഈ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ എപ്പോഴും കുറച്ചേ വെക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഒരു ക്ലീഷേ കഥയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ ഞാൻ പടം കണ്ടിട്ടില്ല, അത് ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അതാണ് എക്സ്പെക്ട് ചെയ്തത്. ഞാൻ ഈ പടം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളൊരു സ്വഭാവമാണ് കുത്തിയിരുന്നിട്ട് എല്ലാ റിവ്യൂവും കാണും. എല്ലാവരും റിവ്യൂ കുത്തിയിരുന്നിട്ട് കാണും. അപ്പം ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ അതേപോലെ കുത്തിയിരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പടം അങ്ങനെ ഭയങ്കര കാര്യമായിട്ടും അത്രയ്ക്ക് അടിപൊളി പടം എന്നല്ല എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോരുത്തരുടെ കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് അശ്വന്ത് ഗോകിന്റെ റിവ്യൂ ഒന്ന് കാണാം. ആരംഭിച്ച് ആദ്യ ഷോട്ട് തന്നെ കിടുവായിരുന്നു. പടത്തിലേക്ക് വൈശാഖ് നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. വലിയ അത്യാവശ്യം നല്ലൊരു ഉത്സവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, തമിഴ്നാട്. അവിടെ ഒരു ഭീകരത ഉളവാക്കുന്ന ഒരു സീന് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അതിൽ അഭിനയിച്ച നടൻ കബീർ ഗുഹൻ സിംഗ്. അദ്ദേഹം ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസും ഒരു ഭീകരതയും ഉള്ളൊരു വില്ലൻ തന്നെ. ആ ഒരു സീനിൽ തന്നെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സാധനം അവിടെ ഇട്ട് തന്നിട്ട് പിന്നെ ഇടുക്കി നമ്മുടെ ടെർബോ ജോസിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ടെർബോ ജോസിൻ്റെ ഇൻട്രോ, മമ്മൂക്കയുടെ ഇൻട്രോ, ഒരു നോർമൽ ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അടിപ്പടമാണല്ലോ, അപ്പോൾ അടി വേണമല്ലോ. അപ്പോൾ ഇതാ ഇൻട്രോ വിത്ത് അടി. ഒരു പള്ളിപ്പെരുന്നാളിലെ സെറ്റും വലിയ സെറ്റാണ്. അതായത് വൈശാഖിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, വലിയ സെറ്റ് ഇട്ടിട്ടുള്ള പരിപാടി. അതിലേക്ക് മമ്മൂക്കയുടെ വന്നുള്ള ഇടിയാണ്. പക്ഷേ അദ്ദേഹം വർഷങ്ങളായി ചെയ്യുന്ന പരിപാടി തന്നെ. ബട്ട് കൺസിഡറിങ് ഹിസ് ഏജ് അദ്ദേഹം ഇപ്പോഴും അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ കോക്കിന്റെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പറയാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ് ഈ ഒരു റിവ്യൂകൾ ഉണ്ടല്ലോ, അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതായത് ഇപ്പൊ എനിക്കിപ്പോ കോക്കിന് ഈ ഒരു പടം അങ്ങനെ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് അങ്ങനത്തെ ഒരു ഫീൽ ആയതുകൊണ്ട് എനിക്ക് ആ പടം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ എനിക്കത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വരാം. അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ഒരു അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പൊ കോക്കിന്റെ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് പടം ആ ഒരു രീതിക്കാണ്, അത് അത്രയ്ക്കാണ് പുള്ളിക്ക് പോരാ എന്നുള്ള രീതിക്കാണ് പുള്ളിക്ക് തോന്നിയത് ടെർബോ. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഉണ്ണി വ്ളോഗ്സ്, ഉണ്ണിച്ചേട്ടന്റെ റിവ്യൂ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ പുള്ളിക്കാരനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിവ്യൂ പറയുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിനകത്തൊക്കെ ആണെങ്കിലും പലരും ഇട്ടേക്കുന്ന പല കമന്റുകളുണ്ട്. അത് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കുറച്ച് പോഷൻ ഇനി നമുക്ക് ടർബോയിലേക്ക് വരാം. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് ഞാൻ വല്ലാണ്ട് വലിപ്പിക്കുകയാണ് എന്ന് കുറേ കമൻറ്റുകൾ ഞാൻ ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമ കണ്ട് ഇൻ്റർവെല്ലായി കഴിഞ്ഞ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങൾ പറയാം. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ, ടർബോ എന്ന് എഴുതി കാണിക്കുമ്പോൾ അവരൊരു ആനിമേഷൻ പരിപാടി ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. വരാൻ പോകുന്നത് ഒരു ഇടിവെട്ട് സാധനമാണെന്ന് പറയുന്ന ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ടൈറ്റിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത ആ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ക്രിസ്റ്റോ സേവിയറും ഒരു വലിയ കൈയടി അറിയിക്കുന്നുണ്ട്. ഗംഭീരമായിരുന്നത്. ആ കൈ ഇങ്ങനെ വന്നിട്ട് ടൈറ്റിൽ വരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ലാഗ് അടുപ്പിക്കലാകും എന്നൊരു മുന്നറിയിപ്പോട് കൂടി ഒരു കഥ പറച്ചിലുണ്ട്. അത് ഗംഭീരമായിരുന്നു. അതായത് ഒരു വലിയ ജീവിത യാത്ര, അതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റുകളെയൊക്കെ 3-4 ഡയലോഗുകളിൽ അവരങ്ങ് തീർത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊരു സിനിമയാക്കിയാൽ അത് ഗംഭീര പടമായിരിക്കും. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു സ്പിൻ ഓഫ് പോലെ അങ്ങ് ചെയ്യുന്നത് അത് അടിപൊളി പരിപാടിയാണ്. ഈ എൻറ്റയർ സിനിമയിൽ ഇമോഷണലി എന്നെ ഹുക്ക് ചെയ്ത ഒരേ ഒരു സീൻ അതാണ്. പിന്നെ ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ റിവ്യൂ ഫുള്ള് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും പുള്ളിക്കാരൻ വലിയ കാര്യമായിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. കാര്യം പുള്ളിക്കാരൻ ചെറിയൊരു ട്രോള് സ്വഭാവത്തോടെയൊക്കെയാണ്, ചെറുതായിട്ടൊരു ട്രോള് സ്വഭാവത്തോടെയൊക്കെയാണ് റിവ്യൂ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ അടിയിൽ വന്നേക്കുന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇവൻ കണ്ണൂർ സ്ക്വാഡിന്റെ റിവ്യൂ പറഞ്ഞപ്പോഴത്തേക്കും അതിന് നെഗറ്റീവ് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിക്കുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പക്ഷേ പുള്ളിക്ക് ആ പടം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അതായത് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു വെച്ചത്. അപ്പം ഈ ഒരു കാര്യമായിട്ട് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അഭിപ്രായമാണ്. അത് തന്നെ എല്ലാവർക്കും ആവണം എന്നില്ല. അതായത് ഇപ്പം എല്ലാവർക്കും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ തന്നെ ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള അഭിപ്രായമുണ്ട്. പുള്ളിക്കാരന് കണ്ണൂർ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് പുള്ളിക്കാരന് ഈ പടവും ഇഷ്ടപ്പെട്ടില്ല ആയിരിക്കും. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല
ബോളിവുഡിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ പടം പുള്ളിക്കാരനെ ഈ റിവ്യൂ പറയുമ്പോൾ നമ്മൾ ഇത് മാത്രം നോക്കിയാൽ പോലെ, അല്ലാണ്ട് എവിടെയോ കിടക്കണം കണ്ണൂർ സ്കോഡിനേക്ക് എന്തിനാണോ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് യുവാക്കളുടെ കോരിത്തെരിപ്പായിട്ടുള്ള ഷസാമിന്റെ റിവ്യൂ ഒന്ന് നോക്കാം. ഈ സൗണ്ട് കേട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ചില ചേട്ടന്മാരുണ്ട്, വണ്ടി ഓടിക്കാറിയാണ്, അറിയോ, അങ്ങനെ അങ്ങനെ അറിഞ്ഞു പോണ ആൾക്കാരുണ്ട്. അതുപോലെയായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഭയങ്കരം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പേസിങ് ഉണ്ടല്ലോ, അത് ആ കട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നതിനെയൊക്കെ നമിക്കണം. എസ്പെഷ്യലി ഇതിലോ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീക്വൻസ്, ചേസ് കിട്ടു, എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ്, പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. എസ്പെഷ്യലി ആ ഒരു ചേസ് സീക്വൻസ് ഒക്കെ കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് അത് പണി ചെയ്തിട്ടുണ്ട്, നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ബോൾട്ട് ക്യാമറ എന്തോ ഇവർ ഫ്രീ ആയിട്ട് വല്ല കൊളാബ് ചെയ്തെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക ഷോട്ടും, ഇഫ് ഐ എം നോട്ട് റോങ്, ബോൾട്ടിനാണ് എടുത്തേക്കുന്നത്. മറ്റേ ബോൾട്ട് ക്യാമറ ഈ സാധനം ഇത് വെച്ച് തന്നെയാണ് മിക്കത്. ഒന്ന് ഏതോ ഒരു മാക്രോ ലെൻസും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഈ ബോൾട്ട് വെച്ചിട്ടാണ് മിക്ക പരിപാടിയും പിടിച്ചേക്കുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് പൊളി. നല്ല മറ്റേ വിസിലടിയും ഇതൊക്കെ ഉള്ള ഒരു ഓഡിയൻസിന്റെ ഇടയിലാണെങ്കിൽ നിങ്ങളും അതിന്റെ തഞ്ചത്തിനൊത്തത്. ഓക്കെ, അപ്പൊ ഷസാമിന് ഈ പടം ഒരു ഇത്രയും കൂടെ ഡിഫറെന്റ് ആയിട്ടാണ്. അതായത് പുള്ളിക്കാരൻ ഫസ്റ്റ് ഹാഫ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരൻ ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഷസാം പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ ഓരോരുത്തരുടെ റിവ്യൂന്ന് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം ഈ പടത്തിന്റെ ഒരു ഏകദേശ ഊഹം വെച്ചിട്ട് ഈ പടത്തിന് പോണോ വേണ്ടയോ എന്ന്. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ നോക്കാൻ പോണതെന്ന് പറഞ്ഞാൽ കിഴിയുടെയാണ്. അപ്പൊ ഇവർ എന്റർടൈൻമെന്റ് കിഴിയെന്ന് പറഞ്ഞ ചാനലാണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ അവർക്ക് ഇവരൊക്കെ നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഒപ്പീനിയൻ ആണ്. അപ്പൊ അതും ആഘോഷം എൻജോയ് ചെയ്തു വന്നിരിക്കുകയാണ്. ഒരു ഹൈപ്പുള്ള ഒരു കൊടൂര സാധനം ആ ഒരു മുതലിനെ കണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര സംഭവമാണ്. ഇതാണ് ഹൈപ്പുള്ള സിനിമ എങ്ങനെ ഇറക്കി വിടണം, എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് മമ്മൂട്ടി കമ്പനി കാണിച്ചത്. ഒരു രക്ഷയില്ലാട്ടോ, ഭീകരം എന്ന് പറഞ്ഞാൽ അതെ, ഞെട്ടിച്ചാണ്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. കിട്ടില്ല എന്റർടൈനർ എന്നൊക്കെ പറയില്ല, പക്ക അങ്ങനത്തെ ഒരു ഐറ്റം സാധനം. ഇത് ആദ്യം നമുക്ക് ഒരു വലിയ ഒരു ഒറ്റക്കൊമ്പനെ കുറിച്ച് സംസാരിച്ചിട്ട് തുടങ്ങണം. അതായത് മലയിറങ്ങി വന്ന ഒരു ഒറ്റക്കൊമ്പൻ, എൻ്റെ അമ്മോ ആളങ്ങ് മെതിച്ചില്ലാണ്ടാക്കി എന്ന് പറയാലോ. ഈ നമ്മള് സാധാരണ പറയാറുള്ള ഈ പൂണ്ട് വിളയാട്ടം അതൊന്ന് കാണണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഓക്കെ, അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്കാണ് ഇവരുടെ റിവ്യൂ വന്നേക്കണം. അപ്പൊ ഇവരുടെ എല്ലാവരുടെ റിവ്യൂ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിരാശപ്പെട്ടേക്കാം എന്നൊരു ഇതിനകത്താണ് ഞാൻ ഇവരുടെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതാണ് തോന്നി. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ആരും ഈ പടത്തിന് പോകണമെന്ന് അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പറഞ്ഞ കാര്യം, എനിക്ക് പോയി നോക്കിയിട്ട്, അതായത് ഇപ്പൊ തിയേറ്ററിൽ പോയി കണ്ടു നോക്കി കഴിഞ്ഞിട്ട് തീരുമാനിക്കാനായിട്ട് അതിന് മാത്രം പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിനകത്തേക്ക് എത്തിയത്. അപ്പൊ എന്താണ് പിന്നെ ഈ ഓരോരുത്തരുടെ റിവ്യൂ പറയുന്നത്, അതിൻ്റെ അടിയിൽ ഞാൻ വരുന്ന പല രീതിക്കുള്ള, അതായത് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞേക്കുന്നവരുടെ അടിയിൽ വരുന്ന പല രീതിക്കുള്ള മോശം കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് PR ടീംസ് ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാൻസ് ആയിട്ട് നടക്കുന്ന അന്തം ഫാൻസ് ആണ് മെയിൻ. അപ്പൊ ഈ അന്തം ഫാൻസ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. കാര്യം ഇവരെല്ലാവരും ഇവരുടെ കയ്യിൽ കാശ് കൊടുത്തിട്ടാണ് ഈ പടം കണ്ടേക്കണം. അല്ലാണ്ട് നിങ്ങളാരും നിങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് ഇന്നാ ചേട്ടാ ടിക്കറ്റ് പിടിച്ചോ പോയി പടം കണ്ടിട്ട് വാ എന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ല വിട്ടേക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിൻ്റെതായ അഭിപ്രായമായിട്ട് മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഈ പടം കണ്ടത് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ.